കേരള രാഷ്ട്രീയത്തിൽ 5 വർഷം മുമ്പ് അഖിൽ മാരാർ നടത്തിയ രാഷ്ട്രീയ പ്രവചനം അക്ഷരം പ്രതി ശരിയാകുമോ? 2021 മെയ് 23-ന് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും മാരാർ പങ്കുവച്ച നിരീക്ഷണങ്ങളാണ് 2026-ലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയാകുന്നത്. അന്ന് ഗ്രൂപ്പുകളെ അവഗണിച്ച് വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് കെ.സി. വേണുഗോപാലിന്റെ ബുദ്ധിയാണെന്നും എന്നാൽ സതീശനെ ഒടുവിൽ ഒറ്റപ്പെടുത്തി വേണുഗോപാൽ തന്നെ കേരള രാഷ്ട്രീയത്തിന്റെ അമരത്തെത്തുമെന്നായിരുന്നു മാരാറുടെ പ്രവചനം. ചെന്നിത്തലയെ അപമാനിച്ചിറക്കി വിട്ടതുപോലെ സതീശനും അപമാനം സഹിച്ച് പുറത്തു പോകേണ്ടി വരുമെന്നും കെ.സി. വേണുഗോപാൽ രക്ഷകനായി വരുമെന്നും മാരാർ പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി കെ.സി. വേണുഗോപാൽ എത്തിയാൽ മാരാർ പ്രവചിച്ചത് അക്ഷരം പ്രതി ശരിയാകും. വി.ഡി. സതീശനെ ഗ്രൂപ്പുകൾ ഇടം വലം മുറുക്കുമെന്നും നിയമസഭാ പ്രസംഗങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും സതീശൻ തിളങ്ങുമെന്നും അഖിൽ മാരാർ അന്ന് കുറിച്ചിരുന്നു. എന്നാൽ ഈ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ സതീശൻ ഒറ്റപ്പെടുമെന്നും ആ സമയം രക്ഷകനായി വേണുഗോപാൽ കേരളത്തിൽ അവതരിക്കുമെന്നായിരുന്നു പോസ്റ്റിലെ പ്രധാന ഭാഗം. നിലവിൽ കോൺഗ്രസിനുള്ളിൽ സതീശനെതിരെ ഉയരുന്ന പടയൊരുക്കവും വേണുഗോപാൽ പക്ഷം പിടിമുറുക്കുന്നതും ഈ പ്രവചനത്തിന് അടിവരയിടുന്നു. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ.സി. വേണുഗോപാൽ വരും എന്ന മാരാറുടെ നിരീക്ഷണം ഇന്ന് കോൺഗ്രസിനുള്ളിലെ ചർച്ചകളുമായി ഒത്തുപോകുന്നു. കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റം ഈ 5 വർഷത്തോടെ സംഭവിക്കുമെന്നും മുതിർന്ന പലരും അപ്രസക്തരാകുമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കൾ അഴിമതി വിരുദ്ധ മുഖഛായ ഉള്ളവരാണെങ്കിലും വേണുഗോപാലിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ വഴിമാറേണ്ടി വരുമെന്ന സൂചനയും മാരാർ നൽകിയിരുന്നു. സതീശനെ പിന്തുണച്ചിപ്പോൾ ഇടുക്കി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് അച്ചടക്ക ലംഘനവുമായി കണ്ട് നേതാക്കളെ പുറത്താക്കുന്ന നടപടികളാണ് DCCകൾ സ്വീകരിക്കുന്നത്. ഇത് സതീശൻ പക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ആരും ആരെയും അനുസരിക്കാത്ത അവസ്ഥ ഭാവിയിൽ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ടാകുമെന്ന് അഖിൽ മാരാർ അന്ന് പ്രവചിച്ചിരുന്നു. CPM-ൽ പിണറായി വിജയന് ശേഷം ഇടതുപക്ഷത്ത് ആര് നേതാവാകണം എന്ന സംശയം ഉടലെടുക്കുമെന്നും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാകുമെന്നും മാരാർ നിരീക്ഷിച്ചിരുന്നു. ആ സന്ദർഭം മുതലെടുത്ത് വേണുഗോപാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ അമരം ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹം കുറിച്ചത്. മാരാറുടെ പഴയ വീഡിയോകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇപ്പോൾ കോൺഗ്രസ് ഗ്രൂപ്പുകളിലും ചർച്ചയാവുകയാണ്. 5 വർഷം മുമ്പ് അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങൾ വെറും ഒരു തമാശയായിട്ടായിരുന്നു അന്ന് പലരും കണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ അപഗ്രഥനം എത്രത്തോളം കൃത്യമായിരുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ട്. വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് അന്ന് ആ പോസ്റ്റ് അവസാനിപ്പിച്ചിരുന്നതെങ്കിലും സതീശന്റെ പതനം കൂടി അതിൽ ഉൾച്ചേർത്തിരുന്നു. രമേശ് ചെന്നിത്തലയെക്കുറിച്ച് മാരാർ എഴുതിയ കുറിപ്പിൽ അദ്ദേഹം അഴിമതിരഹിതനായ മികച്ച നേതാവാണെന്നും 29-ാം വയസ്സിൽ മന്ത്രിയായ വ്യക്തിയാണെന്നും സ്മരിക്കുന്നുണ്ട്. സോളാർ വിഷയം വന്നപ്പോൾ കെ.സി. വേണുഗോപാൽ മുതൽ ഹൈബി ഈഡൻ വരെ ആരോപണ വിധേയരായിരുന്നുവെങ്കിലും ചെന്നിത്തല അതിൽ പെടാതിരുന്നത് ശ്രദ്ധേയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഈ യോഗ്യതകളൊന്നും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ വില പോവില്ലെന്ന യാഥാർത്ഥ്യമാണ് മാരാർ ചൂണ്ടിക്കാണിച്ചത്. നിലവിൽ കേരളത്തിലെ കോൺഗ്രസിൽ കെ.സി. വേണുഗോപാൽ പൂർണ്ണമായും ശക്തി നേടി തിരിച്ചെത്തുമെന്ന മാരാറുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ്.